നമസ്കാരം സുഹൃത്തുക്കളെ, ഞാൻ ശൈലി സുഭാഷ്. ഇന്ന് നമ്മൾ മനോഹരമായ ഒരു വീഡിയോ ആണ് ഇന്ന് നമ്മൾ നിങ്ങളിലേക്ക് ഷെയർ ചെയ്തത്. അതെവിടെയാണെന്ന് ചോദിച്ചാൽ നമ്മുടെ പത്തനംതിട്ട ജില്ലയിലെ ആറന്മുള ഗ്രാമപഞ്ചായത്തിൽ സ്ഥിതി ചെയ്യുന്ന ബാംഗ്ലൂർ റോഡിൻ്റെ കാഴ്ചകളും വിശേഷങ്ങളുമാണ് ഇന്ന് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ആ മനോഹരമായ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. സഹ്യപർവ്വത മലനിരകളിൽ നിന്നും ഉത്ഭവിച്ച് മലയോരവും ഇടനാടും അപ്പർ കുട്ടനാടും ചേർന്ന പത്തനംതിട്ടയുടെ ഹൃദയത്തുടിപ്പ് പോലെ ഒഴുകുന്ന പുണ്യനദിയായ പമ്പയുടെ തീരത്തുള്ള ഒരു കൊച്ചു ഗ്രാമമാണ് ആറന്മുള എന്ന ഗ്രാമം. പ്രകൃതിയുടെ പല വിസ്മയ കാഴ്ചകളും നമുക്ക് ഇവിടെ കാണാൻ കഴിയും. അവയിൽ ഒന്ന് മാത്രമാണ് നമ്മുടെ ബാംഗ്ലൂർ റോഡ്. ബാംഗ്ലൂർ റോഡിൻ്റെ ഇരു സൈഡിലുമുള്ള നെൽവയലുകളാണ് ഇവിടുത്തെ ഏറ്റവും അതിമനോഹരമായ കാഴ്ചകൾ. അതുപോലെ റോഡിൻ്റെ ഇരു സൈഡിലുമുള്ള വൃക്ഷങ്ങൾ പല തരത്തിൽ വളർന്നു നിൽക്കുന്നതും അതുപോലെ പൂക്കളിട്ട് നിൽക്കുന്നതും ഒക്കെ നമുക്ക് ഇവിടെ കാണാൻ കഴിയും. ഇവിടെ എത്തുന്നവർക്കായി മനോഹരമായ രീതിയിൽ നിർമ്മിച്ചിരിക്കുന്ന സെൽഫി പോയിന്റുകൾ, മരക്കൊമ്പിൽ കെട്ടിയിരിക്കുന്ന ഊഞ്ഞാലുകൾ, അതിവിദഗ്ധമായ രീതിയിൽ തയ്യാറാക്കിയിരിക്കുന്ന ഇരിപ്പിടങ്ങൾ, അവയിലൊക്കെ ഇരുന്ന് നമുക്ക് ഫോട്ടോ ഷൂട്ടൊക്കെ ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് തയ്യാറാക്കിയിരിക്കുന്നത്. ധാരാളം സഞ്ചാരികൾ വന്നെത്തുന്ന ഒരു സ്ഥലമായി ബാംഗ്ലൂർ റോഡ് മാറിയിരിക്കുന്നു. അതിമനോഹരമായ പ്രകൃതി കാഴ്ചകളാണ് ഇവിടുത്തെ ഏറ്റവും ഹൈലൈറ്റായി നമ്മളെ അട്രാക്റ്റ് ചെയ്യുന്നത്. ആകാശക്കാഴ്ച അതിമനോഹരം തന്നെ, ദൂരക്കാഴ്ച അതിലും മനോഹരമാണ്. വയലിലെ പുല്ലൊക്കെ ഇപ്പോൾ വെള്ളം കയറി പോയതിനാൽ അല്പം ഭംഗി കുറവുണ്ടെങ്കിലും പുല്ലൊക്കെ കിളിക്കുമ്പോഴും അതുപോലെ കൃഷിയൊക്കെ നടക്കുമ്പോഴും അതിമനോഹരമായ കാഴ്ച തന്നെയാണ് നമുക്ക് ഇവിടെ കാണാൻ കഴിയുന്നത്. ഫാമിലിയായും കുട്ടികളുമായും വന്ന് ഇവിടുത്തെ പ്രകൃതി സൗന്ദര്യം ആസ്വദിക്കുവാൻ കഴിയുന്ന ഒരു അടിപൊളി വ്യൂ പോയിൻ്റാണ് ബാംഗ്ലൂർ റോഡ്. പല സിനിമകളിലും സീരിയലുകളിലും ഷോർട്ട് ഫിലിംസിനും വെഡ്ഡിംഗ് പോലുള്ള ആൽബങ്ങളിലുമൊക്കെ ഈ മനോഹര കാഴ്ചകൾ നാം കാണാറുണ്ട്. ലോകരാജ്യങ്ങളുടെ പ്രകൃതിയെ സംബന്ധിച്ചുള്ള പഠനങ്ങളിൽ ഓക്സിജൻ്റെ ഏറ്റവും കൂടിയ സാന്നിധ്യമുള്ള സ്ഥലങ്ങളിൽ നിന്ന് തിരഞ്ഞെടുത്തപ്പോൾ ഇന്ത്യയിലെ തിരഞ്ഞെടുക്കപ്പെട്ട ജില്ലയിൽ ഒന്നാണ് മലയോര ജില്ലയായ പത്തനംതിട്ട ജില്ല. ഗ്രാമീണ ഭംഗി കൊണ്ട് നിറഞ്ഞു നിൽക്കുന്ന ഒരു സ്ഥലമാണ് ഇവിടം. വയൽക്കാറ്റും പ്രകൃതി സൗന്ദര്യവും ഒക്കെ കൂടി ആസ്വദിക്കാൻ പറ്റുന്ന ഒരു മനോഹരമായ സ്ഥലമാണ് ബാംഗ്ലൂർ റോഡ്. പേരെന്തുവാ? ശങ്കർ. തമിഴ്നാട്ടിലെവിടെ? എത്ര നാളായി തുടങ്ങിയിട്ട്? 1 മാസമായി. ആൾക്കാരൊക്കെ ഇവിടെ എങ്ങനെയുണ്ട്? നല്ല തിരക്കാണ്. എത്ര മണി വരെ ഉണ്ട് വൈകിട്ട്? കാഴ്ചക്കാർ ധാരാളം എത്തിത്തുടങ്ങിയതോടുകൂടി ചെറിയ കടകളൊക്കെ സ്ഥാപിച്ചിട്ടുണ്ട്. അവിടെ നമുക്ക് ചായയും അതുപോലെ ചെറു കടികളുമൊക്കെ കഴിക്കാൻ കിട്ടും.
സൈഡ് ബെഞ്ചുകളിലൊക്കെ ഇരുന്ന് ആസ്വദിച്ച് നമുക്ക് കഴിക്കാവുന്ന രീതിയിലാണ് ഇവിടുത്തെ സജ്ജീകരണങ്ങളൊക്കെ ഒരുക്കിയിരിക്കുന്നത്. കാറ്റിൽ ആടിയുലയുന്ന മരച്ചില്ലകൾ, വയലിൽ നിന്ന് അടിക്കുന്ന കുളിർക്കാറ്റ് നമ്മളിൽ തട്ടി കടന്നു പോകുമ്പോൾ ഒരു പ്രത്യേക അനുഭൂതിയാണ്. നീർവിളാകം അയ്യപ്പസ്വാമി ക്ഷേത്രത്തിൻ്റെ കാണിക്ക മണ്ഡപമാണ് ഇവിടെ കാണുന്നത്. ഇവിടുത്തെ ഹരിതശോഭയിൽ ഈ കാണിക്ക മണ്ഡപവും പത്തരമാറ്റിൽ തിളങ്ങി നിൽക്കുന്നു. സുഹൃത്തുക്കളെ, ഇവിടുത്തെ ഹൈലൈറ്റായിട്ട് നമുക്ക് തോന്നുന്നത് ഇവിടുത്തെ തണൽ മരങ്ങളാണ്. അതിമനോഹരമായ രീതിയിൽ വയലിലേക്ക് ഇങ്ങനെ ചരിഞ്ഞു നിൽക്കുന്ന ഒരു അവസ്ഥയാണ് നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ കഴിയുന്നത്. മരങ്ങളുടെ ഇലകളൊക്കെ ഇങ്ങനെ കാറ്റിലാടി ഉലയുന്നത് നമുക്ക് കാണാൻ കഴിയും. സർവ്വ സമയം കാറ്റിൻ്റെ സാധ്യതയുള്ള ഒരു പ്രദേശമാണ് നമ്മുടെ ബാംഗ്ലൂർ റോഡ്. അതിമനോഹരമായ പച്ചപ്പും ഹരിതഭംഗിയും ചെറു തോടുകളും ചെറിയ പാലങ്ങളും എല്ലാം ചേർന്ന അതിമനോഹരമായ ഒരു സ്ഥലമാണ് ബാംഗ്ലൂർ റോഡ്. കാഴ്ചക്കാരായി വരുന്നവർക്കൊക്കെ ഇരിക്കാനുള്ള ഇരിപ്പിടങ്ങളൊക്കെ നല്ല ഭംഗിയായ രീതിയിലാണ് തയ്യാർ ചെയ്തിരിക്കുന്നത്. ഇന്നത്തെ ദിവസത്തെ ഏറ്റവും സുന്ദരമായ ഒരു കാഴ്ചയാണ് ഈ പെൺകുട്ടിയും തൻ്റെ ഓമന പെറ്റുമായി വന്നിരിക്കുന്ന ദൃശ്യങ്ങളൊക്കെ. കൊച്ചു കുട്ടികളുമായൊക്കെ വന്ന് ഇതുപോലെ എൻജോയ് ചെയ്യാനും ഒക്കെ പറ്റിയ ഒരു സ്ഥലമാണ് ബാംഗ്ലൂർ റോഡ്. നിയമനിർദ്ദേശ ബോർഡുകളൊക്കെ സ്ഥാപിച്ചിട്ടുണ്ട്. നാം ഇത്തരം പ്രകൃതി രമണീയമായ സ്ഥലങ്ങൾ സന്ദർശിക്കുമ്പോൾ അവിടെ മാലിന്യങ്ങൾ വലിച്ചെറിയാതിരിക്കാൻ ശ്രദ്ധിക്കണം. അവിടെ വേസ്റ്റ് ബിന്നുകളൊക്കെ സ്ഥാപിച്ചിട്ടുണ്ട്, അവിടെ മാത്രം നിക്ഷേപിക്കുക. പ്രകൃതിയുടെ ഇത്തരം മനോഹര കാഴ്ചകളും വിശേഷങ്ങളും യാത്രകളുടെ വീഡിയോയുമൊക്കെ നിങ്ങളിലേക്ക് എത്താൻ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ തുടർന്നുള്ള വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിന് വേണ്ടി തൊട്ടടുത്തുള്ള ആ ബെൽ ബട്ടൺ കൂടി ഒന്ന് എനേബിൾ ചെയ്ത് സഹകരിക്കുക. ആറന്മുള ഗ്രാമപഞ്ചായത്തിലെ നീറുവിളാകവും കുറിച്ചുമുട്ടവും മാലക്കരയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന വയലിലൂടെയുള്ള ഒരു റോഡാണ് ബാംഗ്ലൂർ റോഡ്. ഇവിടേക്ക് എത്താനുള്ള ഏറ്റവും എളുപ്പ മാർഗം ചെങ്ങന്നൂർ റെയിൽവേ സ്റ്റേഷനിലും അതുപോലെ KSRTC ബസ് സ്റ്റാൻഡിലും എത്തി പത്തനംതിട്ട റൂട്ടിൽ വന്ന് പുത്തങ്കാവ് എന്ന സ്ഥലത്ത് റൈറ്റ് തിരിഞ്ഞ് നമുക്ക് നീർവിളാകത്തേക്ക് എത്താൻ കഴിയും. പത്തനംതിട്ട ഭാഗങ്ങളിൽ നിന്നൊക്കെ വരുന്നവർക്ക് കോഴഞ്ചേരി, ആറന്മുള, മാലക്കര, ചക്കിട്ടപ്പടിയിൽ നിന്ന് ലെഫ്റ്റിലേക്ക് തിരിഞ്ഞാൽ ബാംഗ്ലൂർ റോഡിൽ എത്താൻ കഴിയും. എല്ലാ ഭാഗത്തും മനോഹരമായ ഇരിപ്പിടങ്ങളൊക്കെ ഉണ്ട്. അതുപോലെ ജ്യൂസൊക്കെ കുടിക്കാനുള്ള ഒരു സൗകര്യം ഇവിടെ ഉണ്ട്. കുലുക്കി സർബത്തും അതുപോലെ ലെമൺ ജ്യൂസും ഒക്കെ ഇവിടെ അവൈലബിൾ ആണ്.
മുൻപ് പറഞ്ഞതുപോലെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. തുടർന്നുള്ള വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിന് വേണ്ടി തൊട്ടടുത്തുള്ള ആ ബെൽ ബട്ടൺ കൂടി ഒന്ന് എനേബിൾ ചെയ്ത് സഹകരിക്കുക. ബാംഗ്ലൂർ റോഡിൻ്റെ ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാൻ സമയമായി. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. അപ്പോൾ എല്ലാവർക്കും നന്ദി, നമസ്കാരം. ഓക്കെ, ഗുഡ് ബൈ, സീ യു.